ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. നമുക്ക് ഫസ്റ്റ് ഹീറോയിൻ എൻട്രി. ഹീറോയി പറയാൻ തുടങ്ങി, അമ്മ എന്ത് പറ്റിയടേ? ബിസിനസ് എല്ലാം നോക്കുന്നത് ഞാൻ തന്നെയാണ് ബിസിനസ് നോക്കുന്നത്. അതിന് ഹീറോയി പറയായിരുന്നു, ശരിടി, ബിസിനസ് എല്ലാം നേരമുള്ളത്. എനിക്ക് അങ്കിളിൻ്റെ മോനെ കല്യാണം ഇഷ്ടമല്ല മോം. അവനൊരു ഒരു മാതിരിയാണ് മോം. എൻ്റെ പണത്തിന് സ്വത്തും വേണ്ടി അവൻ കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അമ്മക്കറിയും ഡാഡിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലല്ലോ മോം. நிறைய கேர்ள்ஸ் அவന് நிறைய கேர்ள்സ് ഉണ്ട്. അത് മാത്രമല്ല ഡാഡ് മോം, അവനക്ക് ഓൾറെഡി എനിക്ക് മാരേജ് ആയതിനകത്ത് എനിക്കൊരു ന്യൂസ് വന്നിരുന്നു മോളെ. അത് റിയൽ അല്ലായിരിക്കും, അമ്മ പറഞ്ഞേക്ക് റിയൽ അല്ല. ഓൾറെഡി മാരേജ് വീഡിയോ വന്നിട്ടുണ്ട്, മാരേജ് ആയിട്ടുണ്ട് മോം. എനിക്ക് അവൻ ഇൻട്രസ്റ്റ് ഇല്ല മോം, പറഞ്ഞേക്ക്. ശരിടി, അതൊന്നും ഇപ്പം അറിയില്ല. ഹീറോയിൻ്റെ ടെൻഷനായി കാർ ഓട്ടിക്കൊണ്ട് പോയിട്ട് അറിയാതെ ഒരു കാർഡ്. അങ്ങനെ ഹീറോ ആ കാർഡിൽ വന്നിരുന്നു. ഫ്രണ്ടിന് കൂടെ ട്രിപ്പ് പോകാമായിരുന്നു ഹീറോയ്ക്ക് ടെൻഷനായിട്ട് ആ കാർഡിലേക്ക് വന്നു. അങ്ങനെ കാർഡിലേക്ക് റോസി പറയാൻ തുടങ്ങി, മച്ചേ ഞങ്ങളിവിടെ ഇരുന്നോളാം, നീ പോയിട്ട് വാ. ശരിടി, ഞാൻ ഇപ്പോൾ വരാം. ഇപ്പോൾ ഹീറോയി റോസി ആ സൈഡിൽ നിന്ന് ഞാൻ ബെറോ എടുത്തോണ്ട് വരാം, ഈ സൈഡിൽ ബെറോ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. റോസി കുറച്ച് ബെറോ എടുക്കാൻ പോയി. അങ്ങനെ ഹീറോയ്ക്ക് ഒരു ശബ്ദം കേട്ടു, ഒരു പാലറ്റ്. രാത്രിയായിരുന്നു. അങ്ങനെയായിട്ട് ഇത് കുറച്ച് ബെറോ ഓൾറെഡി ഹീറോയി കൊണ്ടുവന്നായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് വേറെ സൈഡിൽ പോയി കുറച്ച് ബെറോ ബെറോ കുറച്ച് കൊണ്ടുവരാൻ പോയി. അവിടെ ഞാൻ കുറച്ച് ബെറോ വെച്ചിട്ടുണ്ട്. ഹീറോയിൻ്റെ ഫ്രണ്ട് കുറച്ച് കൊണ്ടുവരാൻ പോയി. ഒരു കാർ അവിടെ വെച്ച് തന്നു. രണ്ടുപേര് കാർ ഓട്ടി വന്നായിരുന്നു. രണ്ടുപേര് കാറുണ്ടായിരുന്നു. ഒരു കാർ അവിടെ വെച്ചിരുന്നു. അങ്ങനെ കാറിൻ്റെ ഉള്ളിൽ ബാക്കി സാധനം കുറച്ച് ബെറോ കൊണ്ടുവരാൻ പോയായിരുന്നു. അതിൽ കുറച്ച് ബെറോ ഉണ്ടായിരുന്നു. ഹീറോയി കുറച്ച് ബെറോ കൊണ്ടുവരാൻ പോയിരുന്നു. കുറച്ച് കാറിലുണ്ടായിരുന്നു. അവൾ കുറച്ച് ഇവിടോട്ട് പ്ലേസ് ഇല്ലായിരുന്നു, ഫുൾ സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ കുറച്ച് ഞാൻ രണ്ടുപേരും ഓതിയാക്കിയായിരുന്നു. അങ്ങനെ ഹീറോ ബെറോ എടുത്ത് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നത് പോകുമ്പോൾ കാറിൽ പിന്നെ ഒരു സൗണ്ട് കേട്ടു. ആകാശത്ത് നോക്കുമ്പോൾ ഇങ്ങനെ മേഘത്തിൽ അങ്ങനെ ആയിട്ട് വരാൻ ഹീറോയ്ക്ക് ഷോക്കായി. അങ്ങനെ ഓടിക്ക് പോകുന്ന ഹീറോയിൻ കയ്യിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. അത് ഫോളോ ചെയ്ത് ഓടി പോകാൻ തുടങ്ങി. ലൈറ്റ് ഓഫാണ് ഓണാന്ന് ഇപ്പം എന്തായി? ആ പാലറ്റ് അത് താഴെ ഇറങ്ങി നിന്നു. ഹീറോയ്ക്ക് ഷോക്കായി പോയി. അതിലൊരു ബോയ് ഇറങ്ങിയിട്ട് വരുന്ന കണ്ടു. ഹീറോയ്ക്ക് ഷോക്കായി. ഇത് റിയലാ? ഏലിയനല്ലേ വരുന്നത്? ഇതെന്ത് ഹ്യൂമൻ മതി വരുന്നത്? അങ്ങനെ ഹീറോയി അത് കണ്ടു. ഷോക്കായി ഹീറോയ്ക്ക്. എന്തിത്? അങ്ങനെ ഹീറോയി അതിൽ നോക്കുമ്പോൾ ജിമ്മിൻ ഇറങ്ങി വരുന്നു, നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങി വരുന്നു. ഹീറോയി നോക്കി ജിമ്മിനിക്ക് ആ സൗണ്ട് കേട്ടോ. ജിമ്മിന് നോക്കി ഹീറോയി തുണി കാണാൻ ഒറ്റ. അയ്യോ, പ്രേതവും പിശാചി ഏലിയൻ ഒരു മനുഷ്യനായിട്ട് വരാനില്ല. അയ്യോ എന്ന് ഹീറോയി ഓടിപ്പോയി. ജിമ്മിനൊക്കെ ആ സൗണ്ട് കേട്ടോ. ഹീറോയി ഓടിപ്പോയിട്ട് ഒരിടത്ത് നിന്ന് അയ്യോ കണ്ടിട്ട് അടുക്കും ഇങ്ങനെ തട്ട തുടങ്ങി. അയ്യോ, തണ്ണി ഉണ്ടായിരുന്നു, കിട്ടിയ തണ്ണി കൊടുത്തു. ഡാൻസ് എന്ന് തിരിഞ്ഞു നോക്ക്. രണ്ട് കൈ വെച്ചിട്ട് വീട്ടിലൊക്കെ നടുക്ക് കൈ വെച്ച് ജിമ്മിൻ നോക്കാൻ തുടങ്ങി. ഓടി പോകുന്ന കൈ പിടിച്ചു. ശബ്ദം ഉണ്ടാക്കാൻ ജിമ്മിൻ ഇങ്ങനെ ലാംഗ്വേജിൽ ഹീറോയ്ക്ക് മനസ്സിലായി. മനസ്സിലായില്ല. പിന്നെ ജിമ്മിനോ എനിക്ക് ഈ ലാംഗ്വേജ് മനസ്സിലാവില്ല. എങ്ങനെ സംസാരിക്കും? അത് ഈ ലാംഗ്വേജ് മാറ്റി. നീ പ്രേതമാണോ ഇല്ല ഏലിയനാണോ? ഞാൻ ഏലിയൻ തന്നെ. എങ്ങനെ മനുഷ്യനാവും? ഞങ്ങൾ മനുഷ്യനാണ്, ഞങ്ങളിങ്ങനെയാണുള്ളത്. ഏലിയന്മാർ ഇങ്ങനെയല്ലോ. അതെനിക്ക് എന്താ അറിയില്ല, ഞങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെയാണുള്ളത്. അങ്ങനെയാണോ? ഞാൻ ഹീറോ എടുക്കും മയങ്ങി വീണു. അയ്യോ, ഇവള് മയങ്ങി വീണല്ലോ, ഇപ്പം എന്താ ചെയ്യുക? എനിക്ക് ആറിൽ കുറച്ച് തണ്ണി ഉണ്ടായിരുന്നു. അതെടുത്ത് ജിമ്മിൻ വീട്ടിലൊക്കെ കഴിച്ചു. ഹീറോ എണിച്ച് അങ്ങനെ ഹീറോയിൻ റോസ് വിളിക്കുന്ന കണ്ടിട്ടു. അയ്യോ ഇരുന്നത്. അയ്യോ, അവിടെ എന്തത്? അതെന്താ അവിടെ വന്നത്? ജിമ്മിന് എന്താ അതും തിരിഞ്ഞ് ഒറ്റ ഓടി ജിമ്മിൻ്റെ പൊറ്റം കളിച്ചോ. എവിടെ ഓടിപ്പോയോ? ജിമ്മിന് ഫോളോ ചെയ്യാൻ തുടങ്ങി. മറിഞ്ഞിട്ട് അവൻ ഹീറോയിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. റോസ് എടുത്ത് പാടി, ഇവിടെ ഒന്നും ശരിയാണ്, എന്തിനു പറ്റി? അയ്യോ ഇവിടെ പ്രേതമുണ്ട്, വിശ്വാസമുണ്ട്, ഏലിയൻ. അയ്യോ, നീ ഏലിയൻ ഡ്രാമ നോക്കിയിട്ട് ഏലിയൻ ഡ്രാമ നോക്കി ലൂസ് പിടിച്ചത് എനിക്ക്. വാ, നീ ഹീറോയി എല്ലായിടത്തും അവിടെ നിന്ന് പോയി. ഹീറോയി അയ്യോ എന്താ എനിക്ക് ലൂസ് പിടിച്ച്. ഞാൻ ഹീറോയി വീട്ടിലൊക്കെ ഓടിപ്പോയി. മമ്മി ഡാഡി പറഞ്ഞു, മോളെ പറഞ്ഞേക്കടി, നിനക്ക് നാളെ മാരേജ്. അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഡാഡി ഒന്നും പറഞ്ഞവോ കേൾക്കുന്നില്ല. നിനക്ക് വേറെ വഴിയില്ല മോളെ, ഇനി മാരേജ് കഴിച്ച് പറ്റൂ. നമ്മളിപ്പോൾ എന്ത് ചെയ്യാം? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞൊന്നും കേൾക്കില്ല. അല്ല ബിസിനസ് പാർട്ട്ണർ പറഞ്ഞ. ശരി, എന്ത് ചെയ്യാം? ഹീറോയി സാഡായിട്ട് പോയിട്ട് കിടന്നു പറയും. ഇതല്ല ജിമ്മിന് കേട്ടു. മാരേജാ നാളെ? അതെങ്ങനെ നടക്കുന്നത് ഞങ്ങൾക്ക് നോക്കാം. ജിമ്മിന് വന്ന് ഹീറോയിൻ്റെ അടുത്ത് വന്ന് കിടന്നു തുടങ്ങി. ഹീറോയിൻ അച്ഛൻ ജിമ്മിന് ഉറങ്ങാൻ തുടങ്ങി.
അങ്ങനെ രാവിലെ ആയി. ഹീറോയുടെ മമ്മി ഹീറോയിനെ വിളിക്കാൻ വന്ന് നോക്കുക, ബെഡ്റൂമിൽ വന്ന് നോക്കുക, ഇത് സീൻ നോക്കി ഹീറോയുടെ മമ്മി ഒച്ച ഉണ്ടാകാൻ തുടങ്ങി. എന്താ ഇത് അമ്മ, എന്തിനമ്മ ഉറങ്ങുന്നു, കുറച്ച് ഉറങ്ങട്ട് പോ. അയ്യോ അടി പാവി തല്ലാൻ തുടങ്ങി. അങ്ങനെ അടിച്ച് എന്താ മമ്മി, ആരുടെ ഇത്, ആരാ ഷാക്ക ഹീറോയ്ക്ക് ഇതിനാണ് കല്യാണം വേണ്ട പറഞ്ഞു. ഇല്ല മമ്മി ഇതെന്താ, എന്താ മമ്മി നടത്തുകാർ ഹീറോയി പറയാൻ തുടങ്ങി. മമ്മി ഇത് ഏലിയണ. അടിപ്പാവി ജമ്മിനെ നോക്കി, എന്ത് ഇത്ര സുന്ദരനായ ചെക്കന് ഏലിയാന്ന് പറഞ്ഞ, നിനക്ക് ഇവനക്ക് കല്യാണം അമ്മ. ഒരു വില കഞ്ചൂണാണോ? അമ്മ അന്നൊന്നില്ല, അപ്പോൾ അതൊന്നുമില്ല. ഒരു വില വെട്ടിട്ട് എന്ത് ചെയ്യാ, വാടി കല്യാണം അച്ഛനോട് പറയാം. വേണ്ട അമ്മ ആൻറ്റി, ഞാൻ നിങ്ങളെ മോളെ കല്യാണം കഴിച്ചാൽ ജിമ്മി പറഞ്ഞു. അത് കണ്ട് ഹീറോയ്ക്ക് ഷെൻഷനാ, നീ ഒരു ഏലിയാണോ മനസ്സിലിട്ട് പറയുന്നുണ്ട് ഹീറോയിൻ. പിന്നെ ശരി മമ്മി പറഞ്ഞു, നീ ഇവനെ ലവ് ചെയ്യുന്നല്ലേ, നിനക്ക് ഐഡിയ ചെയ്ത് തരാം. അതെന്ന് മമ്മി ഐഡിയ പറയാൻ തുടങ്ങി. അമ്മ അത് നീ ഒരു അമ്മയാണോ ഇങ്ങനെ പറയാണ്. ഹീറോ ടെൻഷൻ അമ്മയൊക്കെ പറയാൻ തുടങ്ങി. അമ്മ ശരിയല്ല മോളെ, കല്യാണം ജിമ്മിനെ ഇരിക്കാങ്ങി. ആരാ കൂടെ കല്യാണം കഴിക്കുന്നത്, ജിമ്മിൻ എല്ലാം ഇങ്ങനെ നോക്കി. ഇവനാ, അതൊക്കെ ഞാൻ ആപ്പ് വെക്കാം. അങ്ങനെ ഹീറോയിന് മാരേജ് ഇങ്ങനെ വെഡിങ് ഡ്രസ്സ് ഇടണം, ഇങ്ങനെ റിങ് ഇങ്ങനെ ചോദിക്കുക. ഫാദർ ഇങ്ങനെ ചോദിക്കായിരുന്നു, നിങ്ങൾക്ക് മാരേജ് സമ്മതമാണോ എന്ന്. ഹീറോയി പറയാൻ എനിക്ക് മാരേജ് സമ്മതമല്ല എന്ന് പറയാനിരിച്ചായിരുന്നു ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഞാനിപ്പോൾ എങ്ങനെ ചെയ്യും ഇവിടുന്ന് തൊപ്പിക്കനി. അങ്ങനെ ഫാദർ ചോദിച്ചായിരുന്നു, ലീൻജോനെ കല്യാണം കഴിക്കാൻ, ലിയോ ആണ് കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതമല്ല ഫാദർ എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് മിയാനെ മാരേജ് കഴിക്കാൻ സമ്മതമാണ് ഫാദർ ചോദിക്കായിരുന്നു. അപ്പോൾ ചോദിക്കാൻ വരുമോ എന്ന് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ റിങ് മാറ്റം ഫാദർ പറയുമായിരുന്നു. റിങ് മാറ്റം അങ്ങനെ ഫാദർ പറയാൻ പോയിരുന്നു. അപ്പോൾ ഹീറോയി സ്റ്റോപ്പ് പറയുന്നത് ജിമ്മിന് വന്നിട്ട് പറഞ്ഞു. ജിമ്മിന് വന്ന് സ്റ്റോപ്പ് എന്ന് ഹീറോയ്ക്ക് ഇങ്ങനെ വേണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവൻ്റെ കയ്യിൽ കൊടുക്കാൻ മുമ്പ് റിങ് മാറ്റുമ്പോൾ ജിമ്മിന് പറയാൻ തുടങ്ങി, മാരേജ് സ്റ്റോപ്പ്, ഇവൻ എന്തെല്ലാം പോലെ ഡാഡി എന്തെല്ലാം ബിസിനസ് എന്തെല്ലാം തെറ്റിയത് കാര്യം ജിമ്മിന് പറയാൻ തുടങ്ങി. അങ്ങനെ മാരേജ് ക്യാൻസലായി. ജിമ്മിന് വന്ന് റിങ് ഇട്ട്